തുമ്മിയാലുടൻ സെട്രിസൺ ഗുളിക കഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കുക. നമുക്ക് വളരെ സുപരിചിതമായ മരുന്നാണ് സെട്രിസൺ. ഈ മരുന്നിന്റെ പേര് അറിയാത്തവർ പോലും ഒരിക്കലെങ്കിലും ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടാകും. തുമ്മലിനുള്ള ചെറിയ ഗുളിക, അലർജിയുടെ ഗുളിക, അതുപോലെ അരിമണിയുടെ ആകൃതി ആയതിനാൽ അരിമണി ഗുളിക, ഈർക്കിലി ഗുളിക എന്നിങ്ങനെ പല പേരുകളിൽ നമുക്കിടയിൽ സെട്രിസൺ അറിയപ്പെടുന്നു. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ തന്നെ ഫാർമസി ഷോപ്പുകളിൽ നിന്ന് നമുക്ക് സെട്രിസൺ ഗുളിക വാങ്ങാൻ കഴിയും. വില തുച്ഛമായതിനാലും അതുപോലെ തന്നെ തുമ്മലും ജലദോഷവും പിടിപെട്ടു എന്ന് തോന്നുമ്പോഴും നമ്മളിൽ ഭൂരിപക്ഷം പേരും സെട്രിസൺ വാങ്ങി കഴിക്കാറുണ്ട്. ഇനി സെട്രിസൺ ഗുളിക കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നോക്കുന്നത്. അലർജിയുടെ ലക്ഷണങ്ങളായ തുമ്മൽ, മൂക്കൊലിപ്പ്, അതുപോലെ തൊണ്ട ചൊറിച്ചിൽ എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി സെട്രിസൺ കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. 24 മണിക്കൂറിനിടയിൽ 10 മില്ലിഗ്രാമിൽ കൂടുതൽ സെട്രിസൺ കഴിക്കാൻ പാടുള്ളതല്ല. സെട്രിസൺ കഴിച്ചാൽ തീർച്ചയായും വിശ്രമം ആവശ്യമാണ്. ചിലരിൽ സെട്രിസൺ കഴിക്കുന്നത് കൊണ്ട് മയക്കവും അതുപോലെ ഉറക്കവും അനുഭവപ്പെടാം. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ സെട്രിസൺ ഗുളിക പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ സെട്രിസൺ കഴിച്ചതിന് ശേഷം ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല. കാരണം മയക്കവും ഉറക്കത്തിന്റെ ക്ഷീണവും വരുന്നത് കാരണം അപകട സാധ്യത വളരെയധികം കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സെട്രിസൺ ഗുളിക നിങ്ങൾ കഴിക്കാവൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സെട്രിസൺ ഗുളിക നിങ്ങൾ സ്ഥിരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതിന് മുമ്പും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും സെട്രിസൺ ഗുളിക കഴിച്ചിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.